നമസ്കാരം. ഞാൻ രാജേഷ് ആർ നായർ, കടിമയിൽ മാനവ ഐക്യവേദി. ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായങ്ങൾക്കും അതോടൊപ്പം നമ്മുടെ സമൂഹത്തിനും കേരള സമൂഹത്തിനും നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായത്തിൻ്റെ 1957 അതായത് 1934 മുതൽ 1957-58 കാലഘട്ടം വരെ നൽകി വന്നിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളും അതോടൊപ്പം സർക്കാർ സർവീസിലും നിയമസഭയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ നൽകി വന്നിരുന്ന സീറ്റുകളും ഈ വിഭാഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സീറ്റുകൾ അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവശ്യ മുന്നോക്ക സംഘം 1984 മുതൽ തന്നെ പരാതിയുടെയും പ്രതിഷേധത്തിന്റെയും ഭാഗമായി നിലകൊണ്ടത്. അത് പിന്നീട് മാനവ ഐക്യവേദിയായി 2005 രൂപം കൊള്ളുകയും 2005 മുതൽ മാനവ ഐക്യവേദി എന്ന പ്രസ്ഥാനം നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായത്തിന്റെ സാമൂഹ്യ തുല്യനീതിക്കും അവസര സമത്വത്തിനുമായി ഉറച്ച നിലപാടോടുകൂടി രേഖകൾ സഹിതം, തെളിവുകൾ സഹിതം നിയമപരമായി, ഭരണഘടനാപരമായി തന്നെ നിലകൊള്ളും. ഇക്കാലം അത്രയും നിയമപരമായും ഭരണഘടനാപരമായും നിലകൊള്ളുന്ന മാനവ ഐക്യവേദിയുടെ വാദത്തെ, അവകാശത്തെ, അത് എങ്ങനെയാണ് ആ വാദത്തെ, അവകാശത്തെ നിഷ്കരണം, ഇല്ലാതാക്കാം, തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ ആ വാദത്തിന്റെ മുനയൊടിക്കാം എന്നുള്ളതിനെ കുറിച്ച് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് സംവരണം അനുഭവിച്ചു വരുന്നവർ സംവരണത്തിലൂടെ അധികാര സ്ഥാനങ്ങളിലേക്കും താക്കോൽ സ്ഥാനങ്ങളിലേക്കും വന്നിട്ടുള്ള അവരുടെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇതിനെ നിഷ്കരണം എങ്ങനെ ഇല്ലാതാക്കാം അല്ലെങ്കിൽ തടസ്സപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് വളരെയേറെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നമ്മുടെ ജനാധിപത്യപരമായ, ഭരണഘടനാപരമായ, നിയമപരമായ അവകാശത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംവരണം അനുഭവിച്ച് വരുന്ന, സംവരണത്തിലൂടെ സ്റ്റേറ്റിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക്, അധികാര കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ള പലരും ശ്രമിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളിലും നിലവിലും. ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഇന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് 1992 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇന്ദിരാ സാഹ്നി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഭരണഘടനാ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ സുപ്രധാനമായിട്ടുള്ള വിധി പുറത്തു വരുന്നു. ഇതിനോടനുബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലും യൂണിയൻ സർക്കാരും അതോടൊപ്പം തന്നെ കേരളത്തിലും പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഈ പിന്നാക്ക വിഭാഗ കമ്മീഷനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരത്തിൽ കൈകടത്തുന്ന, അതിനു മുകളിൽ പ്രവർത്തിക്കുന്ന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്, ഒരു സ്റ്റേറ്റിന്റെ എക്സിക്യൂട്ടീവ് തലത്തിൽ നിൽക്കുന്ന ഒരു വകുപ്പ്, ആ വകുപ്പ് പല കാര്യങ്ങളിലും ജുഡീഷ്യൽ കമ്മീഷന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിക്കുന്ന നിയമം, അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമം, ആ നിയമത്തിൽ പറയുന്നത് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അല്ലെങ്കിൽ പിന്നാക്കക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തണം എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ്, അത്തരമൊരു വകുപ്പ് തന്നെ രൂപീകരിക്കുന്നത് 2012 ശേഷമാണ്. 1992 സുപ്രീം കോടതിയുടെ വിധി വരികയും 93 പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചു സ്ഥാപിക്കപ്പെട്ടു. പ്രവർത്തനം തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ അതിന് സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തനം, അതായത് പിന്നാക്ക വിഭാഗത്തെ കണ്ടെത്തുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു സപ്പോർട്ട് ചെയ്യുന്ന ആന്ത്രോപോളജി,
യൂണിറ്റ്, അതോടൊപ്പം തന്നെ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരുടെ പ്രാതിനിധ്യ കണക്കെടുക്കുക, ജാതി സമുദായം തിരിച്ചുള്ള പ്രാതിനിധ്യ കണക്കെടുക്കുക, ഇവയൊക്കെ തന്നെ സ്വതന്ത്രമായിട്ട് കമ്മീഷന് ചെയ്യാൻ ഇനിയും സാധിക്കുന്നില്ലാത്ത തരത്തിലാണ് സ്റ്റേറ്റിന്റെ ഒരു കടന്നുകയറ്റം, ഒരു നിയന്ത്രണം. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജാതി അവിടെ പ്രകടമായി വരുന്നു, രാഷ്ട്രീയം പ്രകടമായി വരുന്നു. എന്നാൽ ജുഡീഷ്യൽ കമ്മീഷന് നിയമം മാത്രമാണ് പ്രകടമായി അവരുടെ ഇതിൽ വരുന്നത്. അപ്പോൾ ഭരണഘടന അനുസരിച്ചായിരിക്കും, നിയമം നിർമ്മിച്ചിട്ടുള്ളത് അനുസരിച്ചായിരിക്കും ജുഡീഷ്യൽ കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ജാതി സംവരണത്തിലൂടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ചിലർ ശ്രമിക്കുന്നു. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന അറിവാണ്. എൻ്റെ പഠനത്തിൽ, എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ഇതാണ്. ഭരണഘടനാപരമായി ഒരു പൗരന് അവൻ്റെ പിന്നാക്കക്കാരനാണെങ്കിൽ അവന് ലഭിക്കേണ്ട അവകാശങ്ങളും അധികാരങ്ങളും ജാതി സംവരണത്തിലൂടെ സ്റ്റേറ്റ് ഭരിക്കുന്ന ചിലർ നിഷേധിക്കുന്നതിന്, തടസ്സപ്പെടുത്തുന്നതിന് ഗൂഢമായി പ്രവർത്തിച്ചു വരുന്നു. സംഘം ചേർന്ന് ഗൂഢാലോചന എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വ്യക്തികൾ, ഉദ്യോഗസ്ഥർ അത്തരത്തിൽ പ്രവർത്തിച്ചു വരും. അവർക്ക് ഈ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചതിന് ശേഷവും പിന്നാക്ക വിഭാഗ വകുപ്പ് രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. 2012 പിന്നാക്ക വികസന വകുപ്പ് രൂപീകരിക്കുന്നത്. അതുവരെ സമുദായ ക്ഷേമ വകുപ്പായി നിലകൊള്ളുകയായിരുന്നു. അതായത് ജാതിയുടെ പേരിൽ ചില ജാതിക്കാർക്ക് മാത്രമായിട്ടുള്ളൊരു വകുപ്പായി നിലകൊള്ളുകയായിരുന്നു. അവിടെ സ്വതന്ത്രമായിട്ടുള്ളൊരു വകുപ്പല്ല, ഭരണഘടന അനുസരിച്ചുള്ളൊരു വകുപ്പല്ല, നിയമം അനുസരിച്ചുള്ളൊരു വകുപ്പല്ല. 92 വിധി വന്നതിന് ശേഷം 2012 വരെ കാത്തിരിക്കേണ്ടി വന്നു. നീണ്ട 20ഓളം വർഷം കാത്തിരുന്നപ്പോഴാണ് അത് ഒരു വകുപ്പ് രൂപീകരിക്കാൻ തന്നെ സർക്കാരിന് സാധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തയ്യാറായിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ജാതി, NSS പറഞ്ഞതുപോലെ ഞങ്ങളുടെ അന്വേഷണത്തിൽ, വേദിയുടെ എൻ്റെ അന്വേഷണത്തിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള ചില ജാതിക്കാർക്ക് മാത്രമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സംവരണം കേരളത്തിൽ ശക്തമായി നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ നിലനിർത്തിയിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഉണ്ടാകാം, രാഷ്ട്രീയവും ജാതിപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശം ഒരു സമൂഹത്തിന്, അതായത് യഥാർത്ഥ പിന്നാക്ക വിഭാഗത്തിന് നിഷേധിക്കുകയാണ് ഇവിടെ. സാമൂഹ്യ തുല്യനീതിയും അവസര സമത്വവും നിഷേധിക്കുകയാണ് ഇവിടെ. ഏതൊരു പൗരനും തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് പ്രവർത്തിക്കുന്ന കനകനഗർ അയ്യങ്കാളി ഭവൻ, അവിടെ പ്രവർത്തിക്കുന്ന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഓഫീസിൽ തൻ്റെ സമുദായം, അല്ലെങ്കിൽ താൻ ഉൾപ്പെടുന്ന സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പറയാം, അപേക്ഷ കൊടുക്കാം, പരാതികൾ കൊടുക്കാം, പിന്നാക്ക പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാം. അത്തരത്തിലുള്ള നമ്മുടെ കയ്യിൽ രേഖകളോ തെളിവുകളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, സിറ്റിംഗ് നടത്താം. അപ്പൊ അത്തരത്തിലുള്ളൊരു നിയമപരമായിട്ടുള്ള അധികാരം ഒരു പൗരന് നിലനിൽക്കുകയാണ്. ഇവിടെ ചിലർ ജാതിയുടെ പേരിൽ, സ്റ്റേറ്റിൽ ജാതിയുടെ പേരിൽ സംവരണത്തെ ജാതി തരമായി കൊണ്ടുവരികയും അവരുടെ ജാതി പ്രസ്ഥാനത്തിന് ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടും അതുവഴി സ്റ്റേറ്റിനെയും രാഷ്ട്രീയ സംഘടനകളെയും പാർട്ടികളെയും ഒക്കെ വരുതിക്ക് നിർത്തുന്നതിന് വേണ്ടി ചിലർ വളരെ ഭംഗിയായിട്ട് തന്നെ 100 വർഷം കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഭരണഘടന അനുസരിച്ചാണ് ഒരു രാജ്യത്ത് പൗരൻ പ്രവർത്തിക്കേണ്ടത്. നിയമങ്ങൾ അനുസരിച്ചാണ് ഒരു രാജ്യത്ത് ഒരു പൗരൻ ജീവിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്. രാജ്യത്തോടാണ് കൂറും വിധേയത്വവും ഒക്കെ പുലർത്തേണ്ടത്. സ്വന്തം സമുദായത്തോടും ജാതിയോടും ഒന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അവരുടെ ക്ഷേമകാര്യങ്ങളിൽ, ക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനത്തിലും സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനത്തിലും ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങളിലുമൊക്കെ ജാതിയും സമുദായവും ഒക്കെ ഘടകമാണ്. അത് വേണ്ടതാണ്, അത് നല്ലത് തന്നെ, ചീത്ത കാര്യങ്ങളൊന്നുമല്ല, നല്ലത് തന്നെ. പക്ഷെ അധികാര കേന്ദ്രങ്ങളിലും ഭരണത്തിലും ജാതിയും മതവും ഒക്കെ കടന്നു വരുന്നത് ചില കുബുദ്ധികൾക്ക് മാത്രമുള്ള
കുതന്ത്രക്കാർക്ക് മാത്രമുള്ള ഉപജീവന മാർഗത്തിന്റെ ഫലമാണ്. അതിനൊരു പൗരന്മാർ അതിന് വഴിപ്പെടേണ്ടയും വിധേയത്വപ്പെടേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മുടെ സ്റ്റേറ്റിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന തലച്ചോറുകളുള്ള പൗരന്മാരെയാണ് ആവശ്യം. ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ അഡ്മിനിസ്ട്രേഷനെ, ഭരണത്തെ കൂട്ടിക്കുഴയ്ക്കുന്നത് നല്ല ഒരു പ്രകൃതത്തിലല്ല. അത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുള്ള ലോകരാജ്യങ്ങളെല്ലാം തന്നെ നശിച്ച ഒരു കാര്യമാണ്. നമുക്ക് പ്രാകൃതമായിട്ടുള്ളതാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിഭാഗീയതയും വിദ്വേഷവും തമ്മിൽ തല്ലലും ഒക്കെ. അത്തരത്തിൽ നിന്ന് ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താഗതിയുള്ള ബുദ്ധി വളർച്ചയുള്ള പൗരന്മാരായിട്ട് മാറുന്നതിന് ശ്രമിക്കണം. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്രയും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ കഴിയുന്നത്രയും ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഓരോ പൗരന്മാരോടും, അതോടൊപ്പം തന്നെ നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി വിഭാഗത്തിൽപ്പെട്ട സമുദായങ്ങളിൽപ്പെട്ട ഓരോ പൗരനോടും സമുദായ അംഗങ്ങളോടും ആഹ്വാനം പറയുവാനുള്ളത്. നമസ്തേ. രാജേഷ് ആർ നായർ, കഴുന്നിയിൽ മാനവ ഐക്യവേദി.